ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹിക്കപ്പെടുന്ന യുവജനങ്ങളെ, മാർച്ച് മാസത്തിൻ്റെ പരിശുദ്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു നോമ്പ് കാലത്തിൻ്റെ പവിത്രതയിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്നു. വളരെ സവിശേഷമായി ഇത് യൗസേപ്പിതാവിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒരു മാസമാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഓർമ്മ തിരുനാൾ മാർച്ച് 19 നമ്മൾ കൊണ്ടാടുന്നു. തലശ്ശേരി അതിരൂപത വീണ്ടും ഒരു വലിയ തീർത്ഥാടനത്തിന് ഒരുങ്ങുകയാണ്. മാർച്ച് 18 ആരംഭിച്ച് മാർച്ച് 19 പനത്തടി സെൻറ് ജോസഫ് തീർത്ഥാടന ഫൊറോന ദേവാലയത്തിൽ സമാപിക്കുന്ന ഒരു മനോഹരമായ തീർത്ഥാടനത്തിൻ്റെ മാധുര്യം എന്തെന്ന് മരിയൻ തീർത്ഥാടനത്തിലൂടെ അനുഭവിച്ചവരാണ് തലശ്ശേരി അതിരൂപതയിലെ ദൈവജനം. കാസർഗോഡ് മേഖലകളെ ചേർത്തിണക്കി മാലോം, വെള്ളരിക്കുണ്ട്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഫൊറോനകളിലെ ദൈവജനം പനത്തടി ഫൊറോന ദേവാലയത്തിലേക്ക് തീർത്ഥാടനമായി യൗസേപ്പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യൗസേപ്പിതാവ് ബൈബിളിൽ ഒരു നിശബ്ദ സാന്നിധ്യമായിരുന്നു. പക്ഷേ ഒരു തീർത്ഥാടനത്തിൻ്റെ മനുഷ്യനായിരുന്നു യൗസേപ്പിതാവ്. പരിശുദ്ധ അമ്മയോടൊപ്പം, ഉണ്ണീശോയോടൊപ്പം തീർത്ഥാടനം നടത്തിയ യൗസേപ്പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കും ഈ തീർത്ഥാടനത്തിനായിട്ട് ഒരുങ്ങാം. എല്ലാ യുവജനങ്ങളെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ തീർത്ഥാടനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. യുവജനങ്ങൾക്ക് തീർത്ഥാടനം ആവേശമാണ്, അവർക്ക് ഇത് ആനന്ദമാണ്. അതിൻ്റെ മാധുര്യം ഇവർ തീർത്ഥാടന വഴികളിൽ തെളിയിച്ചതാണ്. നമുക്കും ഈ നോമ്പ് കാലത്തിൽ ഈ യൗസേപ്പിതാവിൻ്റെ പേരിലുള്ള സാൻ ജോസ് തീർത്ഥാടനത്തിനായിട്ട് അണിചേരാം. ഒപ്പം ഈ തീർത്ഥാടനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരാത്മ പരിവർത്തനം സാധ്യമാകട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷത്തിൽ തീർത്ഥാടനങ്ങൾ നടത്തണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമുക്കും യൗസേപ്പിതാവിൻ്റെ സവിധത്തിലേക്ക് മനോഹരമായി ഈ തീർത്ഥാടനങ്ങളിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് പങ്കുചേരാം. അങ്ങനെ യൗസേപ്പിതാവിൻ്റെ തീർത്ഥാടനാലയമായ പനത്തടി ഫൊറോന ദേവാലയത്തിൽ നമ്മൾ ഒന്നുചേരുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ തീർത്ഥാടന വഴികളിൽ കണ്ടുമുട്ടാം. എല്ലാ യുവജനങ്ങളെയും ഏവരെയും ഈ സാൻ ജോസ് തീർത്ഥാടനത്തിലേക്ക്, പനത്തടിയുടെ മണ്ണിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.